സംവൈദികൻ ഷൈജു കുര്യനെതിരായ നടപടിയിൽ പ്രതികരണവുമായി നിലയ്ക്കൽ ഭദ്രാസനം. നടപടിക്ക് കാരണം രാഷ്ട്രീയ പ്രവേശമല്ല എന്നാണ് വാർത്താക്കുറിപ്പിലൂടെ വിശദീകരിക്കുന്നത്. ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ആരോപണം ഉന്നയിച്ച ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തോടുകൂടി വിശദീകരണം തേടുമെന്നും നേതൃത്വം വ്യക്തമാക്കി. സി കെ അഭിലാൽ വിവരങ്ങളുമായിട്ട്. അഭിലാൽ, ഈ ഫാദർ BJP-യിൽ ചേർന്നതിൻ്റെ പിന്നാലെയാണ് ഈ നടപടിയൊക്കെ ഉണ്ടായത്, അദ്ദേഹത്തെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന നടപടിയൊക്കെ. പക്ഷേ ഇത് അതിൻ്റെ ഭാഗമല്ല, ഒരു ശബ്ദ സന്ദേശം പരന്നതിൻ്റെയൊക്കെ മാത്രം ചൂട് പിടിച്ചാണ് ഇങ്ങനെ ഒരു നടപടി എന്നാണോ അങ്ങനെ ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണോ സഭ? നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെതായി രണ്ടാമത്തെ വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രണ്ടും ഇറക്കിയത് PROയുടെ പേരിലാണെങ്കിൽ പോലും കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്നത് അല്പം മുൻപ് പുറത്തിറങ്ങിയ വാർത്താക്കുറിപ്പിലാണ്. ഷൈജു അച്ഛനെതിരെയും അതോടൊപ്പം തന്നെ സഭയുടെ വ്യക്തമായ പ്ലാറ്റ്ഫോമുകളിൽ വിഷയം ഉന്നയിക്കുന്നതിന് പകരം ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് ആരോപണം ഉന്നയിച്ച ഫാദർ മാത്യൂസ് വാഴക്കുന്നം, ഈ രണ്ടു പേർക്കെതിരെയും നടപടികൾക്ക് തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഷൈജു കുര്യനെതിരായ നടപടികൾ സഭയുടെ സമീപകാല ചരിത്രത്തിൽ ആദ്യത്തേതാണ്. കാരണം ഇത്ര ശക്തമായ ഒരു നടപടി ഒരു വൈദികനെതിരെ സഭ സമീപകാലത്ത് സ്വീകരിച്ചിട്ടില്ല. നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ സെക്രട്ടറി സ്ഥാനത്ത് അടക്കം അദ്ദേഹത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കിയതായിട്ടാണ് വാർത്താക്കുറിപ്പിൽ വ്യക്തത വരുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തതിന് മാത്യൂസ് വാഴക്കുന്നത്തിനോട് വിശദീകരണം ചോദിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. നടപടിക്ക് ഇപ്പോൾ പ്രചരിക്കുന്ന രാഷ്ട്രീയ ചർച്ചകളുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് അവസാനത്തെ വരി. ചുരുക്കത്തിൽ ഷൈജു കുര്യനെതിരെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾക്ക് രാഷ്ട്രീയപരമായ അദ്ദേഹത്തിൻ്റെ പ്രവേശനം ഒരു കാരണമായിട്ടില്ല എന്നാണ് സഭാ നേതൃത്വം വിശദീകരിക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റെന്തോ ഒരു കാരണം ഉണ്ട് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. കാരണം സഭാവിശ്വാസികൾക്കിടയിൽ ഷൈജു കുര്യനുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ വന്നിട്ടുണ്ട്. ആ വിഷയം പരിഗണിക്കുകയും ആ വിഷയത്തിൽ 2 മാസത്തിനുള്ളിൽ ഒരു പ്രത്യേക കമ്മീഷനെ നിയമിച്ചുകൊണ്ട് വിഷയം പരിശോധിച്ച് തീർപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഒരു സ്ത്രീ ഉന്നയിച്ച ശബ്ദ സന്ദേശത്തിലൂടെ ഉന്നയിച്ച ചില ആരോപണങ്ങൾ സമീപ കാലയളവിൽ സഭാവിശ്വാസികൾക്കിടയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതുതന്നെയാണ് ഇത്തരത്തിലൊരു ശക്തമായ നടപടികളിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് എന്ന് പറയാൻ ശ്രമിക്കുകയാണ് നേതൃത്വം. അതേസമയം തന്നെ ഇന്നലെ വൈകുന്നേരം ചേർന്ന സഭയുടെ കൗൺസിൽ യോഗത്തിൽ ഷൈജു കുര്യൻ എന്ന വൈദികന്റെ രാഷ്ട്രീയ പ്രവേശന വിഷയം ചർച്ചയായിരുന്നു. സഭ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് എതിരല്ല, പക്ഷേ ഔദ്യോഗികമായ ഒരു പദവിയിൽ, പ്രത്യേകമായ ഒരു പദവിയിൽ ഇരിക്കുന്ന ആൾ, ഒരു ഭദ്രാസന സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ ഒരു രാഷ്ട്രീയം സ്വീകരിക്കുമ്പോൾ അത് തെറ്റായ സന്ദേശം ഇടവക അംഗങ്ങൾക്കിടയിൽ നൽകുന്നു. അതുകൊണ്ട് തന്നെ ഷൈജു കുര്യന്റെ നടപടി തെറ്റാണ് എന്നും വിമർശനം ഇതിൽ ഉണ്ടായിരിക്കുന്നു. ചുരുക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്ക് കാരണമായിട്ടുള്ളത് സ്ത്രീ ഉന്നയിച്ച ആക്ഷേപങ്ങൾ തന്നെയാണ് എന്ന് പറയാതെ പറയുകയാണ് സഭാ നേതൃത്വം. ശരി.